Hi friends, Cook Travel Tech in the material video like Swada, Pen and Oreo bar and Daka Oreo under just choco bar. Upon Adinamka Patre Oreo packeted conditum and butter venom, fresh cream venom, chocolates and ocean. Namka Adim Orione Puticanda Namkadi Podichadagan, the Podivole Oriana Namka Podichadagan. Oreos ne kai kondu ingane padukke പൊടിച്ചെടുക്കുക. നന്നായിട്ട് അതിനെ പൊടി പോലെ എടുക്കണം. എന്നാലാണ് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നന്നായിട്ട് ഇറങ്ങുള്ളൂ. നമുക്ക് ചോക്ലേറ്റ്സിന്റെ കവർ അഴിക്കാം. നമുക്ക് ചോക്ലേറ്റ്സിനെ പതുക്കെ അരിഞ്ഞു കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് അരിയുമ്പോൾ ഇത് മെൽറ്റ് ചെയ്യാനുള്ളതാണ്. അതിനെ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. ഇതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഓറിയോ എടുക്കാം. എന്നിട്ട് ആ ഓറിയോൻ്റെ തുമ്പ് ഭാഗത്തായിട്ട് നമുക്ക് പതുക്കെ ഒരു കത്രിക വെച്ച് നമുക്ക് മുറിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് പതുക്കെ തട്ടി കൊടുത്ത് അത് നല്ല പൊടി പോലെ ആയിരിക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിനകത്തേക്ക് പതുക്കെ ആ ഓറിയോനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഫ്രഷ് ക്രീം നമുക്ക് സാധാ ബേക്കറികളിലോ അല്ല സൂപ്പർ മാർക്കറ്റുകളിലോ അടുത്തായിട്ട് കിട്ടാവുന്നതാണ്. ഫ്രഷ് ക്രീം തണുക്കുമ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം പോലെയാവും. അതിന് മധുരം ഉണ്ടാവില്ല. അപ്പം മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് മധുരം വേണമെന്ന് തോന്നുന്നില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, സ്പൂണും എന്തെങ്കിലുമൊക്കെ വെച്ച്. നമുക്ക് പതുക്കെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് അതിനകത്ത് പതുക്കെ കയറ്റി കൊടുക്കാം. എന്നാൽ കഴിക്കുമ്പോൾ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കാം. ഒരു ബട്ടർ എടുക്കുക. ബട്ടറിനെ നമുക്ക് ഇതിപ്പോൾ മെൽറ്റായിട്ടിരിക്കുന്നതിന് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് അത് ചോക്ലേറ്റിലേക്ക് ഇടുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റിന് നമുക്കിനി മെൽറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓവനില്ലാത്തവർക്ക് ഒരു ചൂടുവെള്ളത്തിനകത്ത് ഒരു ബൗളിട്ടിട്ട് അതിനെ പതുക്കെ ഇളക്കി മെൽറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓവനിലിട്ടൊന്ന് പതുക്കെ മെൽറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഇനി കടല വറുത്തെടുക്കണം. കടലയും കൊണ്ട് നമുക്ക് അതിനൊന്ന് പതുക്കെ ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചോക്ലേറ്റിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. കടല പതുക്കെ എടുത്ത് ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഓറിയോ എടുത്തിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പതുക്കെ ഒന്ന് തുറന്നു കൊടുക്കുക. ഇച്ചിരി അങ്ങ് തുറന്നു കൊടുക്കുക. തുറക്കുമ്പോൾ പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിനെ നമ്മുടെ ചോക്ലേറ്റിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം സ്പൂണൊന്ന് എടുത്ത് മാറ്റട്ടെ. ഓക്കെ, നമുക്കിനി ഇതിനെ പതുക്കെ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യാം. പതുക്കെ ഒന്ന് കറക്കി കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ജസ്റ്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈം വെച്ച് വെക്കണേക്കാളും എളുപ്പമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ ഞങ്ങൾക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.